ഒരു പ്രാണായാമയെക്കുറിച്ച് പറയാം. വിഭാഗീയ ശ്വസനം അല്ലെങ്കിൽ സെക്ഷണൽ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു പ്രാണായാമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് 3 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം അധമ എന്ന് പറയും, അതായത് നമ്മളുടെ വയറിൻ്റെ സെക്ഷൻ, വയറിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ആദ്യത്തേത് അധമ. പിന്നെ മധ്യമ, അത് നമ്മുടെ നെഞ്ചിനും ലങ്സിലേക്ക് ശ്രദ്ധ വരും, അതിന് മധ്യമ എന്ന് പറയും. മൂന്നാമത് വരുന്നത് ആദിശ്വാസ, അതായത് നമ്മളുടെ കണ്ടാസ്തി ശ്രദ്ധിച്ചുകൊണ്ട് ഷോൾഡർ കണ്ടാസ്തിയൊക്കെ ശ്രദ്ധ വരുന്ന തരത്തിൽ ചെയ്യുന്നതാണ്. അങ്ങനെ 3 തരത്തിലാണ്. അത് 3ഉം കൂടി ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിഭാഗീയ ശ്വസനം അല്ലെങ്കിൽ സെക്ഷണൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് ആദ്യം നമ്മൾ ശ്രദ്ധ കൊടുത്ത് വയറിന് ശ്രദ്ധ കൊടുത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതിനേക്കാളും കൂടുതൽ സമയം എടുത്ത് പുറത്തേക്ക് വിടുക 5 പ്രാവശ്യം. അതിനുശേഷം നെഞ്ചിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, അപ്പോൾ നമ്മുടെ മുദ്ര മാറുന്നു. ആദ്യത്തെ മുദ്ര നമ്മൾ ചിന്മുദ്രയാണെങ്കിൽ പിന്നെ നമ്മളത് ഈ നിവർന്നിരിക്കുന്ന വിരലുകൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ചിന്മയ മുദ്രയാവും. ഈ മുദ്രയിലാണ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനുശേഷം രണ്ടാമത് നെഞ്ചിനെ ശ്രദ്ധ കൊടുത്ത് കഴിയുമ്പോൾ ചിന്മയ മുദ്രയിൽ ചെയ്യണം. മൂന്നാമതേ നമ്മൾ ആദിമുദ്ര എന്ന് പറയും, അതായത് മുഷ്ടി ചുരുട്ടുന്ന പോലെ ഈ വിരൽ ഇങ്ങോട്ട് കാണിച്ച് ബാക്കി 4 വിരലുകൊണ്ട് അത് കവർ ചെയ്യുക. ഇതാണ് മുഷ്ടി ചുരുട്ടുക, അതായത് ആദിമുദ്ര എന്ന് പറയുന്നത്. ഈ ആദിമുദ്രയിൽ നമ്മൾ ഷോൾഡറിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട്, അതായത് ആദിശൈവ, അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യും 5 പ്രാവശ്യം. അവസാനം ഇത് 3ഉം കൂടി ചേർന്ന് ഫുൾ യോജിക്കും, 3ഉം കൂടി ചേർന്ന് ചെയ്യുന്നതിനാണ് നമ്മൾ വിഭാഗീയ ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് 1/3 നമ്മൾ ശ്രദ്ധ വയറിലെ, 1/3 നെഞ്ചിലെ, 1/3 ഷോൾഡറിൽ, ആ രീതിയിൽ വരണം 5 പ്രാവശ്യം. ഈ യോജിക് ബ്രീത്തിങ് 10 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് കൂടുതൽ പവറും വൈറ്റാലിറ്റിയും കിട്ടും. പിന്നെ നമ്മുടെ കാംനെസ് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ നല്ല ശാന്തത നമുക്ക് കൈ കിട്ടും. പിന്നെ നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രെസ്സൊക്കെയുള്ള സമയമാണെങ്കിൽ നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഈ ഫുൾ യോജിക് ബ്രീത്തിങ് ചെയ്താൽ നമുക്ക് നല്ല ഒരു മനസ്സിന് നല്ലൊരു കാംനെസ് കിട്ടും. പിന്നെ അത് കൂടാണ്ട് എന്താണ്, നമുക്ക് ദേഷ്യമൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാവും. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ഇതിന് ലിമിറ്റേഷനും ഇല്ല.